Dear students, what is the role of D-dimer in human body? Options: thrombus formation, embolus formation, dissolved clot, both A and B. ആക്ച്വലി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആൻസേഴ്സ് വരുന്നത് പലതും തെറ്റായ രീതിയിലാണ്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ പരീക്ഷയ്ക്ക് തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ആണ് പല ആൾക്കാരും D-dimer എന്ന് പറയുന്ന കാര്യം കേട്ട് തുടങ്ങിയത്. അപ്പോൾ കോവിഡിൻ്റെ അനന്തരഫലമായിട്ട് അല്ലെങ്കിൽ വാക്സിനേഷൻ്റെ അനന്തരഫലമായിട്ട് ക്ലോട്ടിൻ ടെൻഡൻസി കൂടുമെന്നും അതിൻ്റെ ഫലമായിട്ട് D-dimer കൂടും എന്നുമാണ് പലരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ D-dimer ഉയരുന്നതിനനുസരിച്ച് ക്ലോട്ടിങ് ടെൻഡൻസി കൂടുന്നു. പക്ഷേ അങ്ങനെയല്ല ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. D-dimer എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടേം തന്നെ ഫോം ചെയ്ത് വരുന്നത് ഡീഗ്രഡേഷൻ ഡൈമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഫൈബറുകൾ ചേർന്ന് നിൽക്കുമ്പോഴാണ് അതിനെ ഡൈമർ എന്ന് പറയുന്നത്. അതിനെ ഡീഗ്രേഡ് ചെയ്യുന്ന പ്രോസസ്സിലൂടെയാണ് ഈ ഒരു സാധനം ഫോം ചെയ്തു വരുന്നത്. അപ്പോൾ ക്ലോട്ട് ഡിസോൾവ് ചെയ്യുന്ന ഘട്ടത്തിലാണ് ഇത് ഫോം ചെയ്തു വരുന്നത്. ഇതിൻ്റെ ഫങ്ഷനും അത് തന്നെയാണ്. എവിടൊക്കെ ക്ലോട്ട് ഫോം ചെയ്യപ്പെടുന്നുണ്ട്, പൾമണറി എംബോളിസം പോലുള്ള കാര്യങ്ങൾ, ഫാറ്റ് എംബോളിസം പോലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത് രക്തത്തിൽ D-dimerൻ്റെ ലെവൽ കൂടി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ആൻറ്റി എംബോളിക് മെഷേഴ്സ് നടക്കുമ്പോൾ അവിടെ ക്ലോട്ട് ഡിസോൾവ് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോട്ടീൻ ഫ്രാഗ്മെൻ്റ് ആണ് D-dimer എന്ന് പറയുന്നത്. ഇതിനും അതേപോലെ തന്നെ ക്ലോട്ടിനെ ഡിസോൾവ് ചെയ്ത് മാറ്റുന്നതിലൊരു റോളുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡീഗ്രഡേഷൻ എന്നുള്ള പോയിൻ്റാണ്. ഡൈമർ കൂടിച്ചേർന്ന് നിൽക്കുന്ന ഫൈബേഴ്സിനെ സ്പ്ലിറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു റോൾ കൂടി ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കണം. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ആശയങ്ങളിൽ പിടിച്ച് തന്നെ നമ്മളെ തെറ്റിക്കാൻ വേണ്ടി ഒരുപാട് PSC ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് വളരെ കൃത്യതയോടുകൂടി നമ്മൾ ക്ലാസ്സുകളിൽ പറഞ്ഞു തരാൻ വേണ്ടി ശ്രമിക്കുന്നത്. എല്ലാവരും ഇത് കൃത്യമായിട്ട് നോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു.